വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. കുരിശിൻ്റെ വഴിയുടെ ധ്യാനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശിമയോനും വെറോണിക്കയും. ഇവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. എന്താണ് ശിമയോനും വെറോണിക്കയും തമ്മിലുള്ള ബന്ധം അഥവാ വൈജാത്യം? പ്രിയമുള്ളവരെ, ശിമയോൻ യേശുവിനെ കുരിശ് വഹിക്കുവാൻ സഹായിക്കുവാനുള്ള കൃപ ലഭിച്ചയാളാണ്. യഥാർത്ഥത്തിൽ എന്തൊരു വലിയ ഭാഗ്യമാണ്! ഈ ലോകത്തിൻ്റെ പാപം യേശു കുരിശിൻ്റെ രൂപത്തിൽ ചുമക്കുമ്പോൾ ആ പാപത്തിൻ്റെ ആ ഭാരത്തിൻ്റെ ഒരു വശത്ത് പിടിക്കുവാനുള്ള അവസരം ഒരു മനുഷ്യന് ലഭിക്കുക. എത്ര വലിയ ഭാഗ്യമാണ് ശിമയോന് ലഭിച്ചത്! വെറോണിക്കയാകട്ടെ കർത്താവിൻ്റെ മുഖത്തെ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കണ്ണുകളിലൊക്കെ ഈ രക്തം വീണിട്ട് ഒരുപക്ഷെ കാഴ്ച പോലും മങ്ങുന്നൊരവസ്ഥയിൽ രക്തം ഇങ്ങനെ കൂടുതൽ ഊഴ്ന്നിറങ്ങി കർത്താവിന് പ്രതിസന്ധികൾ കൂടാതിരിക്കുവാൻ വേണ്ടി ആ മുഖമൊന്ന് തുടയ്ക്കണം, ഒരാശ്വാസം കൊടുക്കണം. വിയർപ്പും പൊടിയും എല്ലാം കലർന്ന ആ മുഖമൊന്ന് വൃത്തിയാക്കുവാൻ വെറോണിക്ക അവിടേക്ക് കടന്നു വരികയാണ്. ശിമയോനും വെറോണിക്കയും കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ രണ്ടുപേരും ക്രിസ്തുവിനെ സഹായിക്കുന്നവരായി തീരുന്നുണ്ടെങ്കിലും ഒരടിസ്ഥാനപരമായ വ്യത്യാസം അവിടെയുണ്ട്. ശിമയോൻ അവിടെ കടന്നു വരുന്നത് മറ്റുള്ളവരുടെ നിർബന്ധത്താലാണ്. വെറോണിക്ക അവിടെ കടന്നു വരുന്നത് സ്വന്തം സമർപ്പണത്താലുമാണ്. ഇന്ന് നമ്മളുടെ ലോകത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന യേശുവിൻ്റെ ശുശ്രൂഷകരായ നിരവധി ആളുകളുടെ പ്രത്യേകതയാണിത്. യേശുവിന് വ്യത്യസ്ത രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് ആളുകൾ സഭയിലുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു ഇടവകയിലെ BCCയുടെ തലം തുടങ്ങി, അതായത് കുടുംബ യൂണിറ്റുകളുടെ തലം തുടങ്ങി, ഭക്തസംഘടനകളുടെ തലങ്ങളിലൂടെ, മതബോധന കേന്ദ്രങ്ങളിലൂടെ, മറ്റ് പല വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളിലൂടെ സഭയുടെ ഉയർന്ന മേഖലകളിലേക്കൊക്കെ വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷകളിലും ആശുപത്രികളിലും മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നതിലൂടെ സഭയുടെ സേവനത്തിൽ പങ്കാളികളാകുവാൻ പറ്റുന്ന രീതിയിൽ കർത്താവിൻ്റെ സാക്ഷികളായി സഭയെ സേവിക്കുവാനും അതിനോട് ചേർന്ന് നിൽക്കുവാനുമുള്ള വിളി ലഭിച്ച നിരവധി പേരുണ്ട്. ഇങ്ങനെ വിളി ലഭിച്ച വ്യക്തികളുടെ മനോഭാവം ഈ രണ്ട് മനോഭാവങ്ങളിൽ ഒന്നാണ്. ഒന്നെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്താൽ അഥവാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഞാനിത് ചെയ്യുന്നു, ഇതെനിക്ക് ആവശ്യമുള്ള കാര്യമല്ല, ഇതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല, ഇത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഞാൻ ചെയ്യുന്നതാണ്. ചില BCCകളിൽ അല്ലെങ്കിൽ ചില സംഘടനകളിൽ ഒക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റിലിരിക്കുന്നത്, ആളുകൾ എന്നെ നിർബന്ധിച്ച് ഇതിലേക്ക് പെടുത്തിയതാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമില്ല, ഞാനിത് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചത് കൊണ്ടാണ്. എൻ്റെ സന്തോഷത്താലല്ല ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, എൻ്റെ സന്തോഷത്താലല്ല ഈ പ്രവൃത്തിയിൽ ഞാൻ വ്യാപരിക്കുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അവർ എത്ര കഠിനമായ പ്രവർത്തന മണ്ഡലങ്ങളിലാണെങ്കിലും വളരെ സമാധാനത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി അത് ചെയ്യുന്നത് കാണാം. അവരത് ചെയ്യുന്നത് സ്വന്തം കുടുംബകാര്യം പോലെയാണ്. സ്വന്തം കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ, സ്വന്തം കുടുംബത്തിലൊരു പ്രവൃത്തി വന്നാൽ എത്ര മനോഹരമായി ആ കാര്യം ചെയ്യുമോ ആ രീതിയിലാണ് ചില ആളുകൾ പ്രവൃത്തികൾ ചെയ്യുക. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്താലും, ഗവൺമെൻറ്റിൻ്റെ ജോലിയാണെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണെങ്കിലും ബൈബിൾ പറയുന്നത് അവൻ ക്രിസ്തുവിനെയാണ് സേവിക്കുന്നതെന്നാണ്. ഞാൻ വളരെ നിസ്സാരമായൊരു ഉദാഹരണത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഏതു കാര്യവും ദൈവത്തിനോടുള്ള സേവയാണെന്ന് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ജോലി ചെയ്യുന്നത് അരി പാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്നു, കവറുകൾ വരും, അരി പാക്ക് ചെയ്യും. ഇങ്ങനെ അരി പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര അരി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം ഒരു കൂലിയുണ്ട്. ആ കൂലിക്ക് വേണ്ടി നിങ്ങൾ കഴിയുന്നത്ര കൂടുതലോ കുറച്ചോ എണ്ണമുണ്ടെങ്കിൽ ആ എണ്ണം തന്നെ മനസ്സ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ മുറുമുറുത്തുകൊണ്ടുമൊക്കെ അരി നിറയ്ക്കുന്ന ഒരു ജോലിയിലാണ് നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരു വശത്ത് ക്രിസ്ത്യാനിയുമാണ്, ഒരു വശത്ത് ഭക്തനുമാണ്. എന്നാൽ ജോലിയിൽ നമുക്ക് ഭയങ്കര മുറുമുറുപ്പാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ജോലിയും നമ്മൾ വിചാരിക്കുന്നത്
പള്ളിയിലെ ജോലി കർത്താവിൻ്റെതും പുറത്തെ ജോലി നമ്മളെ ജോലി ഏൽപ്പിച്ചിരിക്കുന്ന മുതലാളിയുടേതുമാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ അരി പാക്കറ്റിലാക്കി കഴിഞ്ഞാൽ ഈ അരി എവിടേക്കാണ് പോകുന്നത്? വിശന്നിരിക്കുന്ന ഒരാളുടെ അടുക്കലേക്കാണ്. തീർച്ചയായും നിങ്ങൾ കോരി ഈ സഞ്ചിയിൽ നിറയ്ക്കുന്ന അരിയിൽ നിങ്ങൾ കാണിക്കുന്ന ഉത്തരവാദിത്തം നാളെ ഒരാളുടെ വിശപ്പകറ്റുവാനുള്ള ഒരു വസ്തു അയാളുടെ അടുക്കലേക്ക് എത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ മനോഹരമായൊരു പദ്ധതിയിൽ നിങ്ങൾ പങ്കാളിയാകുന്നു എന്നതാണ് അർത്ഥം. നിങ്ങൾ ഒരു വലിയ ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലോ ഒരു സ്ഥാപനത്തിലോ ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനത്തിലോ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ സ്വിച്ച് ഓണാക്കുക ഓഫാക്കുക, ഇങ്ങനെ നോക്കിയിരിക്കുക, ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ജോലി. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പി വലിച്ചു കെട്ടുക, അല്ലെങ്കിൽ അത് അഴിച്ചെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജോലി. ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കൊരു ഉന്മേഷമില്ല. വല്ല ദൈവത്തിൻ്റെ ജോലിയുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉന്മേഷം വന്നേനെ. എന്നാൽ ഇത് മനുഷ്യരുടെ ജോലിയല്ലേ. അതുകൊണ്ട് മലയാളിയുടെ സ്വാഭാവികമായ അസ്വസ്ഥത നമ്മളുടെ ഉള്ളിൽ വരും. എന്നാൽ ഈ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ അനേകം മനുഷ്യർ ആകാതിരിക്കേണ്ടതിന് അവർക്ക് വെളിച്ചമായി തീരേണ്ട ഒരു വലിയ സംവിധാനമാണ് ദൈവം നമുക്ക് നൽകിയ ഈ വൈദ്യുതി. അനേക സ്ഥലത്ത് ആശുപത്രികൾ പ്രവർത്തിക്കുന്നത്, രോഗികളെ സംരക്ഷിക്കുന്നതിനുള്ള വൈദ്യുതി കടന്നു ചെല്ലുന്നത് ഈ വൈദ്യുതിയിൽ നിന്നാണ്. സത്യത്തിൽ നിങ്ങൾ അവിടെ ഏതെങ്കിലും സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ കമ്പി ചുറ്റുകയോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ പ്രയോജനം ചെന്ന് ഭവിക്കുന്നത് വേദന അനുഭവിക്കുന്ന സാധാരണക്കാരുടെ, അത്യാവശ്യക്കാരായ മനുഷ്യരുടെ അടുക്കലേക്കാണ്. ഈ ആവശ്യക്കാരുടെ അടുക്കലേക്ക് ഇത് കടന്നു ചെല്ലുവാൻ വേണ്ടി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട പ്രവൃത്തിയാണ് നമ്മളുടെ പ്രവൃത്തി. ഏത് സ്ഥാപനത്തിലും ദൈവത്തിന് വിരുദ്ധമായ വല്ല കഞ്ചാവ് കൃഷിയോ അങ്ങനെയുള്ള ചാരായം ഉണ്ടാക്കലോ അങ്ങനെയുള്ള തൊഴിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിനെതിരായും ദൈവ പദ്ധതിക്കെതിരായും പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി ഭൂമിയിലെ മനുഷ്യരുടെ നന്മയ്ക്കായും സംരക്ഷണത്തിനായും സുരക്ഷിതത്വത്തിനായും സന്തോഷത്തിനായും ദൈവം നൽകിയിരിക്കുന്ന നന്മകളും ഉപകാരങ്ങളും ഈ ലോകത്തിൽ അത് എല്ലാവരുടെ അടുക്കലും എത്തുന്ന രീതിയിൽ ഏത് തരത്തിലുള്ള സേവനമോ സ്ഥാപനമോ ആണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടമെങ്കിലും ആ സ്ഥലം ദൈവത്താൽ പ്രത്യേകമായി അനുഗ്രഹിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരു ബസ്സിൻ്റെ ഡ്രൈവർ ചെയ്യുന്നത് എത്രയോ മനോഹരമായ ജോലിയാണ്. ആ ഡ്രൈവർ ഒരുപക്ഷെ വലിയൊരു രോഗിയെ ഒരു ക്യാൻസർ സെൻറ്ററിലേക്ക് തൻ്റെ വണ്ടി ഓടിച്ച് കൊണ്ടുപോവുകയായിരിക്കാം. അതുമല്ലെങ്കിൽ വേദനിക്കുന്ന ഒരു രോഗിയുടെ അടുക്കിലേക്ക് ആ രോഗിയുടെ ഒരു ബന്ധു ആ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. ഡ്രൈവർ വിചാരിക്കുന്നത് ഞാനിങ്ങനെ ഇരുന്ന് ഈ വണ്ടി ഓടിച്ചോടിച്ച് തളരുകയാണെന്നാണ്. കണ്ടക്ടർ വിചാരിക്കുന്നത് ഞാൻ ടിക്കറ്റ് കൊടുത്ത് തളരുകയാണെന്നാണ്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് അതിനകത്ത് യാത്ര ചെയ്യുന്നത് ദൈവം സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അവർക്ക് ചെയ്യുന്ന ഓരോ നന്മയും ദൈവം പദ്ധതിയിട്ടതിന് പ്രകാരം നടക്കുന്ന പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു മെഷീനറി പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ആ മെഷീനറിയിലൂടെ ആശ്വാസം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അതുപോയി നന്മ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ അറിയേണ്ടത് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏതൊരു കർമ്മവും ദൗത്യവും ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ നിന്നുടലെടുത്ത ഒരു മാസ്റ്റർ പ്ലാനിലെ ഒരു ഭാഗം മാത്രമാണ്. ഞാനൊരിക്കൽ ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന ഒരു സമയത്ത് അവിടെ ഞങ്ങൾ ഈ പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യും. അങ്ങനെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു CNC മെഷീൻ കമ്പനിയിൽ 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റൂ ഒരാഴ്ചയിൽ. അപ്പോൾ ഒരു CNC മെഷീൻ കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ആ ജോലിയിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ സ്റ്റുഡൻസാണ് എല്ലാവരും, കോളേജിൽ പോകുന്ന ബാക്കി സമയത്താണ് ഇവിടെ വന്ന് ജോലി ചെയ്യുക. ഇംഗ്ലണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തൊരു പഞ്ചാബിയുടെ കമ്പനിയാണ്. അവിടെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ലോഹ കട്ടി എടുത്ത് ഈ CNC മെഷീനിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം അത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പുറത്തെ വശത്തുകൂടെ അതൊരു പ്രത്യേക ആകൃതിയിലുള്ള ഒരു കപ്പായിട്ട് പുറത്ത് വരും. അതുവരെ അവിടെ നിൽക്കണം. ആ കപ്പ് പുറത്ത് വരുമ്പോൾ അത് എടുക്കുക, അതൊന്ന് റെഡിയാക്കി മേശപ്പുറത്ത് വയ്ക്കുക. ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് കപ്പാണ് എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഇതിങ്ങനെ തുടർന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം ഇതിൻ്റെ ഓണറായിട്ടുള്ള വലിയ എൻജിനീയറായിട്ടുള്ള വലിയൊരു മനുഷ്യനാണ് ഈ പഞ്ചാബ് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് കോളേജിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയ്ക്ക് ഇദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഈ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ? അപ്പം ഞങ്ങൾ പറഞ്ഞു അറിയില്ല. ഞാനിതുപോലത്തെ കപ്പാണ് ഉണ്ടാക്കുന്നത്, വേറൊരാൾ സ്ക്രൂ ആണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഓരോരുത്തരും ഓരോ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് അവിടുത്തെ ഒരു പ്രധാന വിമാന കമ്പനിയുടെ ഓർഡറാണ്. വിമാനത്തിലെ ഏതോ പാർട്ടുകളാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്.
പക്ഷേ ഞങ്ങൾക്കറിയില്ല, വിമാനത്തിൻ്റെ ഈ പാർട്ടുകൾ ഇവിടെയാണെങ്കിൽ വേറെ പാർട്ടുകൾ വേറെ കമ്പനിയിലാണ് അവർ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇത് പല കമ്പനികളിൽ നിന്ന് ഒരുമിച്ച് വരുമ്പോൾ അവസാനം അതൊരു വിമാനമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ ദൈവം നമ്മളെ ഓരോരോ ജോലികൾ ഏൽപ്പിച്ചിരിക്കുക. എന്തിന്? നമ്മുടെ മക്കളെ വളർത്താൻ ഏൽപ്പിക്കുമ്പോൾ പോലും ദൈവം നമുക്ക് വേണ്ടി മാത്രമല്ല മക്കളെ തരുന്നത്. നാളെ അവൻ ഈ സമൂഹത്തിൽ ഒരുപാട് നന്മ ചെയ്യാനുള്ള ഒരു വ്യക്തിയായി വളർന്നു വരേണ്ടതിന് അവനെ സമൂഹത്തിന് വേണ്ടി വളർത്തുക എന്ന് പറയുന്ന ഒരു വലിയ കർത്തവ്യം തന്നാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യവശാൽ നമ്മുടെ കൈകളിൽ വന്നിരിക്കുന്ന ഒരു കർത്തവ്യവും നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ചേൽപ്പിച്ചതാണെന്ന് കരുതരുത്. അത് ദൈവം നമുക്ക് തന്നതാണെന്ന് കരുതണം. യൗസേപ്പ് പിതാവ് മാതാവിനെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അന്നേരം അത് വേണ്ടാന്ന് വെക്കുവാനായിട്ട് എന്താണ് കാരണം? മാലാഖ പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്നാണ്. ഓർമ്മിക്കുക, പിന്നെ യൗസേപ്പ് പിതാവിന് ആ ചിന്തയേയില്ല. മാതാവിനെ സ്വീകരിക്കുന്നു, യേശുവിനെ വളർത്തുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ എല്ലാ ജോലിയുടെയും കർത്തവ്യങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് കാണുവാൻ നമുക്ക് ഒരു വലിയ കണ്ണ് വേണം. അത് ദൈവം നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അത് നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുവാനായിട്ട് തുടങ്ങും. ഞാനൊരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ 2 അയൽപക്കത്തുള്ള അമ്മച്ചിമാർ മരിച്ച് സ്വർഗത്ത് ചെന്നു. അപ്പോൾ സ്വർഗത്ത് ചെന്നപ്പോൾ ഒരമ്മച്ചിയെ ദൈവം നരകത്തിലേക്കും മറ്റേയാളെ സ്വർഗത്തിലേക്കും വിട്ടു. അപ്പോൾ ഈ നരകത്തിലേക്ക് പോകുന്ന അമ്മച്ചിക്ക് കാരണം അറിയണം, എന്തുകൊണ്ടാണ് തന്നെ നരകത്തിലേക്ക് വിടുന്നത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എനിക്ക് നിർബന്ധമായും അറിയണം, എന്നെ എന്തുകൊണ്ടാണ്, ഞാനും പള്ളിയിൽ പോയി, ഞാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ എന്ത് കാരണമാണ്? അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം. അപ്പോൾ ചോദിച്ചു, എന്താണത്? അത് നിൻ്റെ വീട്ടിൽ സഹായം യാചിച്ച് ആൾക്കാർ, ഭക്ഷണമില്ലാത്ത ആൾക്കാർ വരുന്ന സമയത്ത് നീ നിൻ്റെ വീട്ടിലെ ചെറിയ കുഞ്ഞിനെ കൊണ്ട് ഒരു പിടി അരി അവർക്ക് കൊടുത്തിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ നരകത്തിലേക്ക് വിടുന്നത്. അപ്പോൾ പറഞ്ഞു, ഒരു പിടി അരി കുഞ്ഞിനെ കൊണ്ട് കൊടുത്തതിന് നരകത്തിൽ വിടുകയോ? ആ അമ്മച്ചിക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്നാൽ പറ, അവൾ എന്തിനാണ് സ്വർഗത്ത് കയറുന്നത്? അപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു, അത് അവളുടെ വീട്ടിൽ ഭക്ഷണത്തില്ലാത്ത ആളുകൾ വരുമ്പോൾ അവളുടെ ചെറുമകളെ കൊണ്ട് ഒരു പിടി അരി കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ സ്വർഗത്തിൽ വിടുന്നത്. അപ്പോൾ ഈ അമ്മച്ചി ശരിക്കും ശോഭിച്ചു. കർത്താവ്, നീ അനീതിയാണ് പറയുന്നത്. ഞാനും ചെയ്ത പ്രവൃത്തി കൊണ്ട് എന്നെ നരകത്തിലേക്കും അതേ പ്രവൃത്തി ചെയ്ത് അവളെ സ്വർഗത്തിലേക്കും വിടുന്നു, ഇത് ശരിയല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ പ്രവൃത്തികളല്ല ഞാൻ നോക്കുക, ഞാൻ അതിൻ്റെ പിന്നിലുള്ള മനസ്സാണ് നോക്കുക. അപ്പോൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, നീ നിൻ്റെ ചെറുമകളെ കൊണ്ട് എന്തുകൊണ്ടാണ് ആ വ്യക്തികൾക്ക് അരി കൊടുത്തത്? കാരണം ചെറുമകളുടെ കൈ ചെറുതാണ്, അതുകൊണ്ട് കൊടുത്താൽ കുറച്ചരിയേ അവർക്ക് പോകത്തുള്ളൂ, എന്നാൽ ഒരു പിടി അരി പോവുകയും ചെയ്തു. അപ്പോൾ അവർക്കും സമാധാനമായി, നിന്റെ അരി ഒട്ട് പോയിട്ടുമില്ല, അതായിരുന്നില്ലേ നിന്റെ ഉദ്ദേശം? അവർ സമ്മതിച്ചു. എന്നാൽ അവൾ ചെറുമകളെ കൊണ്ട് അരി കൊടുത്തത് അതിനു വേണ്ടിയല്ല. എന്തിനാണ് അവൾ ചെറുമകളെ കൊണ്ട് അരി കൊടുത്തത്? എൻ്റെ ചെറുമകൾ ഈ അരി കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന വലിയ മൂല്യം പഠിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവളെ കൊണ്ട് കൊടുപ്പിക്കുന്നത്. ഒരേ പ്രവൃത്തിയാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തതെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ പ്രവൃത്തി ചെയ്യുമ്പോഴുണ്ടായിരുന്ന മനോഭാവം രണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ശിമയോനെയും വെറോനിക്കയും ഒന്നുകൂടെ നമുക്ക് ഓർക്കാം. ശിമയോൻ തൻ്റെ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ വലിയൊരു നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിലും അവൻ്റെ ചിന്ത മോശമായിരുന്നു. എന്നെ മറ്റുള്ളവർ നിർബന്ധിച്ച് ചെയ്യിക്കുന്നു എന്ന രീതിയിൽ അവൻ അസ്വസ്ഥതയോടെ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ വെറോനിക്കയാകട്ടെ, മറ്റുള്ളവരെല്ലാവരും തന്നെ എതിർക്കുമെന്ന് കണ്ടാലും അതൊന്നും കാര്യമല്ല, ഈ പ്രവൃത്തി എനിക്ക് ചെയ്യണമെന്നുള്ളത് കൊണ്ട് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്തു. നിങ്ങളിന്ന് ഇടവകകളിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഓർക്കുകയാണ്, ഒരു സ്ഥലത്ത് ഞാൻ ഇടവകകളുടെ ഒരു നേതൃത്വത്തിന് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടവകയിലെ പ്രവർത്തനങ്ങളുടെ ഒക്കെ മൂല്യങ്ങളെക്കുറിച്ച് അവരോട് പറയുന്നതിനിടയ്ക്ക് കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വരാനായിട്ട് കൈ ഉയർത്തുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ വളരെ കുറച്ച് പേരൊക്കെ ഉയർത്തി. എന്നാൽ കുറേ പേര് ഉയർത്താൻ ആഗ്രഹമുണ്ടായിട്ടും ഉയർത്താത്തതുപോലെ ഇരിക്കുന്നത് കണ്ടത്. ഇതിനിടയ്ക്ക് നിന്നൊരു സഹോദരൻ ഉച്ചത്തിൽ പറയുകയാണ്, എളിമ കൊണ്ടാണ് ഞങ്ങൾ കൈ ഉയർത്താത്തത്. അപ്പോൾ അദ്ദേഹത്തിന് എളിമയുടെ അർത്ഥം തന്നെ അറിയത്തില്ല. യഥാർത്ഥത്തിൽ വികാരിയച്ഛനും ഞാനും ഒരുമിച്ചാണ് ആ മീറ്റിംഗ് നടത്തുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്നു, വികാരിയച്ഛൻ കൂടെയുണ്ട്. വികാരിയച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിലുള്ളവരാണ് അവർ. വികാരിയച്ഛനാണ് യഥാർത്ഥത്തിൽ കൈ ഉയർത്താൻ അവരോട് ആവശ്യപ്പെട്ടത്. എളിമ യഥാർത്ഥത്തിൽ എന്താണ്? എളിമ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനുസരണത്തെയാണ്. ദൈവത്തോടുള്ള അനുസരണം, അത് അധികാരികളിലൂടെ വെളിപ്പെടുമ്പോൾ അവരോടുള്ള അനുസരണം, അതാണ് യഥാർത്ഥത്തിൽ എളിമയെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് മാതാവിൻ്റെ ഒരു ഉദാഹരണത്തിലേക്ക് കടന്നു വരാം. ഒന്ന് നോക്കുക.
മാതാവിനോട് എലിസബത്ത് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ എനിക്കെന്ത് ഭാഗ്യമുണ്ടായി എന്ന് പറയുന്ന സമയത്ത് മാതാവ് ഇങ്ങനെ പറയുന്നില്ല. എന്താണ്? അയ്യോ, ഞാൻ അങ്ങനൊന്നും അല്ല, ഞാൻ കർത്താവിൻ്റെ അമ്മയൊന്നും അല്ല, ഞാൻ സാധാരണ സ്ത്രീയാണ്, അങ്ങനെ പറയല്ലേ എന്ന് മാതാവ് പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് കള്ളമാണ്, അത് ദൈവത്തിൻ്റെ നന്മയെ നിഷേധിക്കലാണ്. പകരം മാതാവ് എന്താണ് ചെയ്തത്? മാതാവിൻ്റെ എളിമ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മാതാവ് ചെയ്തത് ഇങ്ങനെയാണ്. മാതാവ് ഉടനെ പറഞ്ഞു, അത്യുന്നതൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് ഈ ചെയ്ത പ്രവൃത്തിയുടെ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്തു. പ്രിയമുള്ളവർ, അതാണ് എളിമ. ഒരു ദൈവ ശുശ്രൂഷ ചെയ്യാനായിട്ട് നമ്മൾക്ക് ദൈവത്തിൻ്റെ വിളി ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു നല്ല ശുശ്രൂഷയിൽ നമ്മൾ വ്യാപരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ, ചിലരൊക്കെ ഈ ഒരു കപട എളിമ കൊണ്ട് ഇതിലേക്കൊന്നും വരത്തില്ല. ഞാനിതൊക്കെ ചെയ്യാൻ വന്നാൽ ഞാനൊരു വലിയ ആളാകുമെന്ന് ആൾക്കാരൊക്കെ ചിന്തിക്കുമോ? ഉദാഹരണത്തിന് ഒരാൾ വചനം പ്രസംഗിക്കുക, അപ്പോൾ അയാൾ മനസ്സിൽ വിചാരിക്കുക, ദൈവം വിളിച്ചിട്ടുണ്ട് വചനം പ്രസംഗിക്കാൻ. അപ്പോൾ അദ്ദേഹം വിചാരിക്കുക, വചനം ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ആളുകളുടെ മുൻപിൽ ഒക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ബഹുമാനം കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ ഇനി ഇതൊരു ഷോ ഓഫ് ആകുമോ, അതുകൊണ്ട് ഞാൻ വചനം പ്രസംഗിക്കാൻ പോകുന്നില്ല. അത് തെറ്റാണ്. ആ വ്യക്തി ആ സമയത്ത് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്ന ഏത് പ്രവൃത്തിയും ഞാൻ ചെയ്യും. അന്നേരം മനുഷ്യർ നമ്മളെ ബഹുമാനിക്കുമോ ഇകഴ്ത്തുമോ? യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് പ്രോത്സാഹനങ്ങളെക്കാൾ കൂടുതൽ സഹനങ്ങളും വേദനകളും ഒരുപാട് വരുന്ന ഒരവസ്ഥയിലൂടെ കടന്നു വന്നാലേ അവർക്ക് ആ രീതിയിലേക്ക് വളർന്നു വരാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും സഹനങ്ങളുടെ ഒരു വിളി തന്നെയാണ് പല ശുശ്രൂഷകളും. എന്നിരുന്നാൽ പോലും ശുശ്രൂഷകളുടെ മഹത്വമുള്ള മേഖലകളെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഇനി ഞാനതെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ ഞാൻ വലിയ ആളാകുന്നതായി ജനത്തിന് തോന്നുമോ എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹമാണെങ്കിൽ പോലും ചെയ്യാതെ പുറകോട്ട് പോകുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, അതൊന്നും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, മാതാവിനെ ഏൽപ്പിച്ചു ദൈവമാതാവാവുക. അവൾ എളിമയോടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അവിടെ വിധേയപ്പെടുകയാണ്. അതേപോലെ നമ്മളുടെ ഇടവകയിൽ, നമ്മളായിരിക്കുന്ന കുടുംബ കൂട്ടായ്മകളിൽ, നമ്മളായിരിക്കുന്ന സംഘടനകളിൽ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമുക്കൊരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്ന അനുസരണമാണ് എളിമ. ആ സമയത്ത് മനുഷ്യർ നമ്മളെ അതുകൊണ്ട് പ്രശംസിക്കണമെന്ന് നമ്മൾ വിചാരിക്കരുത്. ആ പ്രശംസ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എളിമയല്ല. അത് ആ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിലൂടെ അത് പോകുന്നില്ല. ആ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിലൂടെ അല്ല നമ്മൾ എളിമയെ ആർജിക്കേണ്ടത്. ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിക്കാതിരിക്കുന്നതിലൂടെയാണ് നമ്മൾ അതിനെ തോൽപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളെ അതിൽ നിന്ന് തടയുന്ന, അഥവാ ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തിന്മയുടെ ഘടകങ്ങൾ നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ ഘടകങ്ങൾ കൊണ്ട് നമ്മളുടെ സഭയുടെ മുന്നോട്ട് പോക്ക് എത്രത്തോളം ഇന്ന് മന്ദഗതിയിലായിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാലും ഇതിനിടയ്ക്ക് ദൈവം നമുക്ക് സ്വർഗീയമായ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. വെറോണിക്കയ്ക്കും കുടുംബമുണ്ട്, അവൾക്കും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അവൾ ക്രിസ്തുവിൻ്റെ കൂടെ വന്നാൽ, അവൻ്റെ മുഖം തുളച്ചാൽ പട്ടാളക്കാർ അവളെ കൊന്നുകളയാൻ പോലും സാധ്യതയുണ്ട്. എന്നാൽ അവൾ അതിനെ വിലമതിക്കുന്നില്ല. അവൾ തൻ്റെ ജീവിതത്തെ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി അവശേഷിച്ചിരിക്കുന്ന മഹത്വത്തെ അവൾ വിലമതിക്കുന്നില്ല. ഇവിടെ കടന്നു വരാൻ സാധ്യതയുള്ള ഈ വേദനയെ അവൾ സ്വീകരിക്കുകയാണ്. ഒരുപക്ഷെ പരിശുദ്ധ അമ്മയ്ക്കും വളരെ മനോഹരമായ ഒരു ജീവിതം ആഗ്രഹിക്കാമായിരുന്നു. തനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ബുദ്ധിശക്തിയുള്ള മകനെയാണ്. എന്നാൽ ദൈവത്തിന് അവനെക്കുറിച്ചുള്ള പദ്ധതി മറ്റൊന്നാണെന്നറിയുമ്പോൾ പരിശുദ്ധ അമ്മ അവൻ്റെ ആഗ്രഹത്തിന് കീഴ്പ്പെടുകയായിരുന്നു. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ ബുദ്ധിയുള്ള ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ദൈവം ബുദ്ധി കൊടുത്തത് കൊണ്ട് ഇവൻ ഡോക്ടറാകണം, അല്ലെങ്കിൽ ഇവൻ എഞ്ചിനീയർ ആകണം, ഇനി അഥവാ ഡോക്ടർ ആയാൽ തന്നെ അവൻ കാശുണ്ടാക്കണം. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ ചിന്ത കടന്നു വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ചിന്ത, ദൈവം ഒരാളെ ബുദ്ധിമാനാക്കുന്നതും ഒരാളെ ഡോക്ടറാക്കുന്നതും എഞ്ചിനീയർ ആക്കുന്നതും ഇതൊന്നും മനുഷ്യർ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല. എന്തുകൊണ്ട് ബുദ്ധിമാനായ ഒരാളെ ദൈവം പുരോഹിതനാകാൻ വിളിച്ചുകൂടെ? തീർച്ചയായിട്ടും. അപ്പോൾ ഡോക്ടറാകാനുള്ളവർക്ക് മാത്രമാണോ ബുദ്ധി ഉണ്ടാവുക? സഭയിലെ ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുവാൻ, സഭയിലെ ഉന്നതമായ ദാർശനികമായ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ ദൈവം യുക്തിയും ബുദ്ധിയും നൽകി കുഞ്ഞിലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവരെ സൃഷ്ടിക്കാറുണ്ട്. അവൻ വളർന്നു വരുമ്പോൾ അസാധാരണ ബുദ്ധി വൈഭവം പ്രകടിപ്പിക്കും. ഇത് കാണുന്ന അച്ഛനും അമ്മയും ബുദ്ധിയുള്ള ഈ മകൻ ഇനി ബുദ്ധിയുള്ളവരുടെ ലൗകിക ഭൗതിക മണ്ഡലങ്ങളിൽ വ്യാപരിച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ അത് ദൈവത്തിൻ്റെ ഹിതത്തിനെതിരാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടി സ്വന്തം മക്കളെ സമർപ്പിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വന്തം മേഖലകളെ സമർപ്പിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നത്. നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ജീവിതങ്ങൾ വായിക്കുമ്പോൾ വളരെയധികം ബുദ്ധിശക്തിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ
മാതാപിതാക്കൾ അദ്ദേഹത്തെ ലോകത്തിൻ്റെ ഭൗതിക മണ്ഡലങ്ങളിൽ വിജയം വരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ ഒരു വലിയ സയൻറ്റിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കുവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ശാസ്ത്രീയമായിട്ടൊക്കെ ഒത്തിരി പഠിച്ച വളരെ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്, ഉന്നത ബുദ്ധിശക്തിയുള്ള ആളാണ്. ഇവരുടെയൊക്കെ മാതാപിതാക്കൾ ആ വഴിക്ക് പോകട്ടെ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ സഭയ്ക്ക് ഔന്നത്യമുള്ള നേതൃത്വത്തെ നമുക്കൊരിക്കലും കിട്ടുമായിരുന്നില്ല. നമ്മുടെ എല്ലാ മാർപ്പാപ്പമാർക്കും വലിയ ഔന്നത്യമുള്ള ബുദ്ധിശക്തിയുള്ള ഒരു കഴിഞ്ഞ കാലമുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. സഭയിലെ പണ്ഡിതരായ പല വൈദികരും അവരെല്ലാം തന്നെ അസാധാരണ ബുദ്ധിശക്തിയുള്ളവരാണ്. നമ്മളുടെ ഇടവകയിൽ വൈദികനായി വരുന്നയാൾ അസാധാരണ ബുദ്ധിവൈഭവമുള്ളവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിലും അവൻ വളരുന്ന വീട്ടിലുള്ള മാതാപിതാക്കൾ അവനെ എഞ്ചിനീയറും ഡോക്ടറും ആകുവാൻ വിടുകയാണെങ്കിൽ അവന് പിന്നെ എങ്ങനെ വൈദികനാകുവാൻ സാധിക്കും? അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം സന്തോഷത്തോടുകൂടി ദൈവം ഏൽപ്പിച്ചത് ചെയ്യുമ്പോഴാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവികമായ ഒരു അർത്ഥം അഥവാ ക്രിസ്തീയമായ ഒരു പൂർണ്ണത കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കണം, എൻ്റെ ഈ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് ഒതുങ്ങുവാനാണോ ദൈവം എന്നെ വിളിച്ചേക്കുന്നത്? എൻ്റെ ഇടവകയിലും എൻ്റെ സമൂഹത്തിലും ദൈവം ഒരു ഉപ്പായി തീരുവാൻ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ, എൻ്റെ കുടുംബത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ, എൻ്റെ ജീവിത പങ്കാളിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ആഗ്രഹത്തെ മനുഷ്യരുടെ നിർബന്ധമായിട്ടാണോ ഞാൻ മനസ്സിലാക്കുന്നത്? അതോ ദൈവം അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ദൈവം ആഗ്രഹിച്ചാൽ ഞാൻ അതിന് അവസരമൊരുക്കുമോ? ഞാൻ അതിന് തയ്യാറാകുമോ? ഇന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും മറ്റുള്ളവരുടെ നിർബന്ധത്താൽ കുരിശിൽ പിടിക്കാൻ വന്ന ശിമയോനെ പോലെയാകും നമ്മൾ. അതുകൊണ്ട് കണ്ണുകളെ അടച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ അടുക്കൽ കടന്നു വന്ന രണ്ട് വ്യത്യസ്ത വ്യക്തികളെ ഞങ്ങൾ കാണുകയാണ്. ഈ ലോകത്തിലെ ഏത് ദൗത്യം ഞങ്ങളെ ഏൽപ്പിക്കുമ്പോഴും അങ്ങ് തന്നെയാണ് അത് ഞങ്ങളെ ഏൽപ്പിച്ചതെന്ന് കണ്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി അത് ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണെന്നും പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ പിന്നിലുള്ളതെന്നും ഞങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കി ഞങ്ങളുടെ ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിച്ചതാണെന്ന് കരുതി സന്തോഷത്തോടെ ചെയ്യുവാനും മനുഷ്യർ ഞങ്ങളെ നിർബന്ധിച്ച് ഏൽപ്പിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുവാനും അങ്ങനെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന ആത്മാർത്ഥ സമർപ്പണത്തിൻ്റെ സൂത്രവാക്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് തരികയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.